നമസ്കാരം. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പകിട്ടിലേക്ക് മാറുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. 35 എന്ന നിലവിലെ സംഖ്യയിൽ നിന്ന് 51 എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് BJP എത്തുമോ? ശബരിനാഥിനെ ഇറക്കിയാണ് കോൺഗ്രസ് ഞെട്ടിച്ചതെങ്കിൽ മുൻ DGP R. ശ്രീലേഖയെ ശാസ്തമംഗലത്ത് മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാണ് BJP നഗരവാസികളെ ഞെട്ടിച്ചത്. VV രാജേഷ് വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കൊടുങ്ങാനൂരിൽ മത്സരിക്കുമ്പോൾ പത്മിനി തോമസ് പാളയത്ത് ജനവിധി തേടും. ഒരു കാലത്ത് കോൺഗ്രസിന്റെ പ്രധാന മുഖങ്ങളായ മഹേശ്വരൻ നായരും തമ്പാനൂർ സതീശുമൊക്കെ ഇക്കുറി BJP സ്ഥാനാർത്ഥികളാവുകയാണ്. അങ്ങനെ ഏറ്റവും വാശിയേറിയ സംസ്ഥാനം തന്നെ ഉറ്റുനോക്കുന്ന പോരാട്ടത്തിലേക്ക് അനന്തപുരി ഒരുങ്ങുമ്പോൾ ഇനി കാത്തിരിക്കുന്നത് CPM പ്രഖ്യാപനത്തിനായിട്ടാണ്. വിശദമായി നോക്കാം ലൈവ് 6-ൽ. ആദ്യം പ്രധാന വാർത്തകൾ. പ്രസവത്തിനെത്തിയ യുവതിയുടെ മരണത്തിൽ തിരുവനന്തപുരം SAT ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണം. മരണകാരണം ആശുപത്രിയിൽ നിന്നേറ്റ അണുബാധയെന്ന് ശിവപ്രിയയുടെ കുടുംബം. കൈക്കുഞ്ഞുമായി ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം. റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി മരിച്ചതിൽ വീഴ്ചയില്ലെന്ന് ഡോക്ടർമാർ. ചികിത്സ നടത്തിയത് മാനദണ്ഡങ്ങൾ പാലിച്ച്. ഡോക്ടർമാരുടെ മൊഴി തള്ളി വേണുവിന്റെ ഭാര്യ. നിയമ പോരാട്ടം തുടരുമെന്ന സിന്ധു ന്യൂസ് 18നോട്. ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനം കടുപ്പിച്ച് പ്രതിപക്ഷം. അട്ടപ്പാടിയിൽ കെട്ടിടമിടിഞ്ഞു വീണ കുട്ടികൾ മരിച്ചതിൽ ഗുരുതര ആരോപണവുമായി അമ്മ. കൃത്യസമയത്ത് വാഹനം കിട്ടിയിരുന്നെങ്കിൽ ഒരാളെങ്കിലും രക്ഷപ്പെടുമായിരുന്നു. പ്രമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ടും പ്രതികരിച്ചില്ലെന്ന അമ്മ. അതിദരിദ്രരില്ലെന്ന് പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്ന പ്രതിപക്ഷ നേതാവ്. വന്ദേ ഭാരത് ഉദ്ഘാടനത്തിൽ ഗണഗീതം പാടിയതിനെ ചൊല്ലി വിവാദം തുടരുന്നു. റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് CPM. ഗണഗീതം RSS വേദിയിൽ പാടിയാൽ മതിയെന്ന് VD സതീശൻ. വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമെന്ന് BJP. രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ. അന്വേഷണം പ്രഖ്യാപിച്ച് വിദ്യാഭ്യാസ മന്ത്രി. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ പ്രമുഖരെ ഇറക്കി BJP. ശാസ്തമംഗലത്ത് മുൻ DGP R. ശ്രീലേഖ മത്സരിക്കും. പത്മിനി തോമസ് പാളയത്ത് സ്ഥാനാർത്ഥി. ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് 67 സ്ഥാനാർത്ഥികളെ. അഴിമതിരഹിത അനന്തപുരി ലക്ഷ്യമെന്ന് രാജീവ് ചന്ദ്രശേഖർ. ബീഹാർ രണ്ടാം ഘട്ട വോട്ടെടുപ്പിലേക്ക്. പരസ്യപ്രചാരണം അവസാനിച്ചു. ചൊവ്വാഴ്ച വിധിയെഴുതുന്നത് 122 മണ്ഡലങ്ങൾ. വോട്ടെണ്ണൽ 14-ന്. വടക്കൻ ജപ്പാനിൽ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തി. ഭൂകമ്പമുണ്ടായത് പ്രാദേശിക സമയം വൈകിട്ട് 5 മണിയോടെ. ഇവാട്ടെ തീരത്ത് സുനാമി മുന്നറിയിപ്പ്. സഞ്ജു സാംസണെ ചെന്നൈ സൂപ്പർ കിങ്സ് കൈമാറാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. സഞ്ജുവിന് പകരം രവീന്ദ്ര ജഡേജ രാജസ്ഥാനിലേക്ക് എത്തിയേക്കും. ദക്ഷിണാഫ്രിക്കൻ താരം ഡവാൾ ബ്രവിസിനെ കൂടി ആവശ്യപ്പെട്ട് രാജസ്ഥാൻ. വിശദമായി നോക്കാം. തിരുവനന്തപുരം SAT ആശുപത്രിക്കെതിരായ ചികിത്സാ പിഴവ് ആരോപണം. പ്രസവത്തിന് എത്തിയ യുവതി മരിച്ചു. കരിക്കകം സ്വദേശി ശിവപ്രിയയാണ് മരിച്ചത്. SAT ആശുപത്രിയിൽ നിന്ന് ഏറ്റ അണുബാധയാണ് മരണകാരണമെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. ശിവപ്രിയയുടെ കൈക്കുഞ്ഞുമായി കുടുംബം SAT ആശുപത്രിക്ക് മുൻപിൽ പ്രതിഷേധിച്ചു. സംഭവത്തിൽ 2 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യ വിദ്യാഭ്യാസ ഡയറക്ടർക്ക് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രതിരോധത്തിലായിരിക്കുന്നതിനിടയിലാണ് വീണ്ടും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെ പ്രസവത്തിന് ശേഷം അണുബാധയേറ്റ് ചികിത്സയിലായിരുന്ന തിരുവനന്തപുരം കരിക്കകം സ്വദേശിനിയായ മറ്റൊരു യുവതി കൂടി ഇന്ന് മരണപ്പെട്ടിരിക്കുന്നത്. ശിവപ്രിയ എന്ന യുവതിയാണ് ഇന്ന് ഉച്ചയോടെ മരണപ്പെട്ടത്. ഇവർ കഴിഞ്ഞ 22-ാം തീയതിയായിരുന്നു പ്രസവത്തിനായി SIT ആശുപത്രിയുടെ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം SIT ആശുപത്രിയിലെ പ്രസവത്തിന് ശേഷം ആരോഗ്യനില വഷളായതോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി
എത്തുകയായിരുന്നു. അവിടെ കഴിയുന്നതിനിടയിലാണ് ഇന്ന് മരണം സംഭവിച്ചിരിക്കുന്നത്. ചികിത്സാ പിഴവാണ് അവിടെ ഉണ്ടായത്. അതല്ലെങ്കിൽ കൃത്യമായി ചികിത്സ ഉറപ്പുവരുത്തുന്നതിൽ വീഴ്ച സംഭവിച്ചു. അങ്ങനെയാണ് ഈ SIT ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിൽ അണുബാധ ഏൽക്കാനിടയായ സാഹചര്യമെന്നാണ് ശിവപ്രിയയുടെ കുടുംബം തന്നെ വ്യക്തമാക്കുന്നത്. എന്തായാലും വലിയ പ്രതിഷേധങ്ങൾക്കാണ് SIT ആശുപത്രിയുടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പരിസരം ഇന്ന് സാക്ഷ്യം വഹിച്ചത്. BJP നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് അവിടെ അരങ്ങേറിയത്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് വലിയ പോലീസ് സന്നാഹവും മെഡിക്കൽ കോളേജ് പരിസരത്ത് ഉണ്ടായിരുന്നു. വരും ദിവസങ്ങളിലും ഇത് കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് കടക്കാനാണ് ഈ BJP നേതാക്കളെയും അതോടൊപ്പം ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധവുമായി രംഗത്തെത്തിയ ഈ ശിവപ്രിയയുടെ ബന്ധുക്കളുടെയുമൊക്കെ തീരുമാനം. പക്ഷേ ആശുപത്രി അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ ഒരു വിശദീകരണം ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഔദ്യോഗികമായി വന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് വിശദീകരണം നൽകുമെന്ന് പറഞ്ഞെങ്കിലും കൃത്യമായ വിശദീകരണം നൽകാൻ അദ്ദേഹം ഇതുവരെ തയ്യാറായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടേക്കാം. അതിനിടയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നതിന് ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട്. ആരോഗ്യരംഗത്തെ വിദഗ്ധർ ഉൾപ്പെടുന്ന സമിതിയായിരിക്കും ഈ യുവതിയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി ആരോഗ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുക. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹൃദ്രോഗി മരിച്ച സംഭവത്തിൽ വീഴ്ചയില്ലെന്ന് ഡോക്ടർമാരുടെ മൊഴി. ചികിത്സയ്ക്ക് മാനദണ്ഡങ്ങൾ പാലിച്ചെന്നാണ് ഡോക്ടർമാർ നൽകിയ മൊഴി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ ഉടൻ അന്തിമ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് കൈമാറും. ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഡോക്ടർ TK പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വേണുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുന്നത്. ആ സംഘമാണ് ഇപ്പോൾ പ്രാഥമികമായി ഇത്തരമൊരു വിലയിരുത്തലിലേക്ക് എത്തിയിരിക്കുന്നത്. അതായത് ഡോക്ടർമാരുടെ ഭാഗത്ത് നിന്ന് അത്തരത്തിലൊരു വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് കാർഡിയോളജി വിഭാഗം മേധാവി ഉൾപ്പെടെയുള്ളവർ ഈ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയിരിക്കുന്നത്. കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് വേണുവിന്റെ ചികിത്സ നടത്തി വന്നത്. പക്ഷേ വളരെ അപ്രതീക്ഷിതമായി ഈ മരണം സംഭവിക്കുകയായിരുന്നു. നേരത്തെ തന്നെ പക്ഷാഘാതം വന്നിട്ടുള്ളയാളാണ് വേണു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ക്രിയാറ്റിൻ ലെവല് നോർമലാകാതെ ആൻജിയോഗ്രാം അടക്കം നടത്താൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഒരു നോർമലായി എത്തിയതിനു ശേഷം മാത്രം മറ്റ് നടപടികളിലേക്ക്, അതായത് ഈ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും ഉൾപ്പെടെയുള്ള തുടർ നടപടികളിലേക്ക് കടന്നാൽ മതി എന്നൊരു നിഗമനത്തിലേക്ക് അവർ എത്തിയത്. അതിനപ്പുറത്തേക്ക് ഒരു തരത്തിലുള്ള ചികിത്സാ പിഴവുകളോ വീഴ്ചകളോ സംഭവിച്ചിട്ടില്ല എന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണം. അത്തരത്തിലാണ് അവർ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് വേണുവിന്റെ കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. ആദ്യം പുറത്തുവന്ന ശബ്ദരേഖയിലടക്കം വലിയ തരത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്, കൃത്യമായ ചികിത്സ ലഭിക്കുന്നില്ല എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങളൊക്കെ വേണുവിന്റെ തന്നെ വാക്കുകളിൽ കേരളം കേട്ടതാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം മറ്റൊരു ശബ്ദരേഖ കൂടി പുറത്തുവരുന്ന സാഹചര്യമുണ്ടായത്. എന്തായാലും കുടുംബാംഗങ്ങളുടെ മൊഴി കൂടി വിശദമായി രേഖപ്പെടുത്തിയതിന് ശേഷമായിരിക്കും ഡോക്ടർ TK പ്രേമലതയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് DMEക്ക് സമർപ്പിക്കുക. DMB ആയിരിക്കും തുടർന്ന് ആരോഗ്യവകുപ്പിൽ ആരോഗ്യമന്ത്രിയുമായി ഉൾപ്പെടെ കൂടിയാലോചിച്ച ശേഷം ഇതിന്റെ തുടർ നീക്കങ്ങളിലേക്ക് കടക്കുക. വേണുവിന്റെ മരണത്തിൽ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ മൊഴി തള്ളി വേണുവിന്റെ ഭാര്യ സിന്ധു. ആരും കൂടെയില്ലെങ്കിലും നിയമ പോരാട്ടം തുടരുമെന്നും കൊല്ലാനുള്ള മരുന്നാണോ കൊടുത്തതെന്നും സിന്ധു ചോദിച്ചു. ആൻജിയോഗ്രാമിന് തള്ളി എന്തുകൊണ്ടാന്ന് ചോദിച്ചപ്പം ഇതല്ല അവർ പറഞ്ഞത്. ആൻജിയോഗ്രാമിന് അപ്പോയിന്റ് ചെയ്ത ആളുകൾ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ചെയ്യാത്തതെന്നാ പറഞ്ഞത്. എന്തിനാണ് അവരിങ്ങനെ മാറ്റി മാറ്റി ഒരു ജീവൻ വെച്ചാണോ അവർ കളിച്ചത്? ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഒരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കാം, ഈ പേഷ്യന്റിന് ഇത്രയും ക്രിട്ടിക്കാണ് എന്തുകൊണ്ട് അവർ ICUലോട്ട് മാറ്റിയില്ല? അത് അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റല്ലേ അവർ ചെയ്തത്. ICUലോട്ട് കയറ്റുന്ന കാര്യം പറഞ്ഞിട്ടില്ല, അവർ വാർഡിലോട്ടാണ് മാറ്റിയത്. OPയിൽ ചെന്നപ്പോഴും ഡോക്ടർ നോക്കിയിട്ട് വാർഡിലോട്ടാണ് മാറ്റിയത്. ഞങ്ങളെ ICUവിന്റെ കാര്യവും പറഞ്ഞിട്ടില്ല. പുള്ളിയുടെ അന്ന് ആ സമയത്ത് പുള്ളിയുടെ പൊസിഷൻ എന്താണെന്ന് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. നമ്മൾ ബ്ലഡ് റിസൾട്ട് കൊണ്ട് കൊടുക്കുന്നു, നോക്കുന്നു, അച്ഛൻ ഓക്കെയാണ്, കുഴപ്പമില്ല, ബുധനാഴ്ച ചെയ്യാം, ചൊവ്വാഴ്ച ബുധനാഴ്ച ചെയ്യാം എന്നേ പറഞ്ഞിട്ടില്ല. അല്ല വേറെ ഒറ്റ കാര്യങ്ങൾ പോലും ആ ഡോക്ടറിനോട് പറഞ്ഞിട്ടില്ല. ബൈസ്റ്റാൻഡർ എന്തിനാണ് അവിടെ നിർത്തുന്നത്? അവർക്ക് ചോറും കറിയും വാങ്ങിച്ചു കൊടുക്കാൻ മാത്രമല്ല ബൈസ്റ്റാൻഡർ നിർത്തുന്ന ഡോക്ടേഴ്സിനോട് ചിന്തിക്കാൻ പറയണം. 2 വളർന്ന പെൺമക്കൾ, ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു നാഥനാണില്ലാതെ ഞങ്ങൾക്ക് മാത്രമേ നഷ്ടം ഉണ്ടായിട്ടുള്ളത്. അവരെല്ലാരും ഇപ്പൊ വെച്ച് കൈയൊഴിയുവാണ്. അവരുടെ ഭാഗത്ത് ഇത്രയും വലിയ തെറ്റ്, ഇത്രയും കണ്ടീഷൻ, ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്തുകൊണ്ട് അദ്ദേഹത്തെ ICUയിൽ കയറ്റി? ഞാൻ അവസാന സമയത്ത് ICUയിൽ കൊണ്ടുപോകുമ്പോൾ ICUയിൽ ആളുകൾ തിങ്ങി വിങ്ങി കിടക്കുമല്ലായിരുന്നു. 3-4 പേഷ്യൻസേ ഉള്ളൂ അതിനകത്ത് ആവശ്യത്തിനുള്ള സ്ഥലമാണ്. എന്തുകൊണ്ട് അദ്ദേഹത്തെ മാറ്റിയില്ല അവിടെ? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗി മരിച്ചതിൽ ആരോഗ്യമന്ത്രിക്കെതിരെ വിമർശനം. സിസ്റ്റം നിരന്തരം തകരുകയാണെങ്കിൽ മന്ത്രി രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് പ്രതിപക്ഷം വിമർശിക്കുന്നത്. ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണെന്നും ഡോക്ടർമാരുടേത് ന്യായീകരണം മാത്രമെന്നും VD സതീശൻ.
നിരന്തരമായി സിസ്റ്റത്തിൽ ഫെയിലിയർ ആണെങ്കിൽ ഈ സിസ്റ്റത്തെ തകർത്തത് അവരാണ്. അവർ രാജിവെച്ചിറങ്ങിപ്പോണം. അവർ അയച്ചിരിക്കുന്ന അന്വേഷണത്തിന് വേണ്ടി റിപ്പോർട്ട് തേടും എന്ന് അവർ പറഞ്ഞിരിക്കുന്നതും അതിന്മേൽ കിട്ടിയിരിക്കുന്ന റിപ്പോർട്ടും രണ്ടും കൂടി ഓള്യങ്ങളുണ്ട്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ ഞങ്ങൾ ഉന്നയിച്ച് ഗൗരവതരമായ ആരോപണം ഉന്നയിച്ചില്ലേ? കേരളത്തിലെ ആരോഗ്യരംഗം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ്. പരിതാപകരമായ അവസ്ഥയാണ്. കൃത്യസമയത്ത് വാഹനം കിട്ടിയിരുന്നെങ്കിൽ ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാമായിരുന്നുവെന്ന് അട്ടപ്പാടിയിൽ കെട്ടിടമിടിഞ്ഞ് വീണ് മരിച്ച കുട്ടികളുടെ അമ്മ ദേവി. പ്രമോട്ടറെയും മെമ്പറെയും വിളിച്ചിട്ടും ഒരു പ്രതികരണവും ഉണ്ടായില്ലെന്നും കുട്ടികളുടെ അമ്മ പറയുന്നു. പാലക്കാട് അട്ടപ്പാടി കരുവാര ഊരിലാണ് പണി തീരാത്ത വീടിന്റെ സൺഷെയ്ഡ് ഇടിഞ്ഞു വീണ് 7ഉം 4ഉം വയസ്സുള്ള ആദിയും അജ്നേഷും ഇന്നലെ മരിച്ചത്. ഇന്നലെയുണ്ടായ ദുരനുഭവം നിറകണ്ണുകളോടെ പങ്കുവെക്കുകയാണ് കുട്ടികളുടെ അമ്മ ദേവി. വീടിന്റെ മറ്റേ ചുമര് പൊട്ടിട്ട് ഭിത്തി അതിന്റെ മുകളിൽ കുട്ടികൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് പൊട്ടി താഴെ വീണു. കുട്ടികളുടെ താഴെയായിരുന്നു, അതിന്റെ മേലെ ഇതായിരുന്നു, മറ്റേ ഭിത്തി താഴെ പൊട്ടിട്ട്. പല തവണ ബന്ധപ്പെട്ടിട്ടും വാഹനം വരാത്തതിനാലാണ് സ്കൂട്ടറിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടി വന്നത്. നേരത്തെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നുവെങ്കിൽ ഒരാളെയെങ്കിലും തിരിച്ചു കിട്ടിയേനെ എന്ന് ഈ അമ്മ വിശ്വസിക്കുന്നു. വലിയവനൊക്കെ അനക്കൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അമർത്തുമ്പോൾ ശ്വാസമൊക്കെ വിടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ സംസാരിക്കാൻ ഇങ്ങനെ വായൊക്കെ അനക്കുന്നുണ്ട്, പക്ഷെ സംസാരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ ജീവനുണ്ടായിരിക്കും ഒരാളെങ്കിലും. അത്യന്തം ദുഃഖകരമായിരുന്നുവെന്നും ITDCക്ക് ഇത്തരം അപകടങ്ങൾ മുൻകൂട്ടി കാണാൻ കഴിയേണ്ടതായിരുന്നുവെന്നും മണ്ണാർക്കാട് MLA N ശംസുദ്ദീൻ പ്രതികരിച്ചു. ആ വീട് അങ്ങനെ പണി പൂർത്തിയാകാതെ അൺഫിറ്റായിട്ട് കിടക്കുന്ന വീട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ലായിരുന്നു. അത് പൊളിഞ്ഞു വീഴാനും അപകടം സംഭവിക്കാനും സാധ്യതയുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്തിട്ട് അത് നീക്കം ചെയ്യണമായിരുന്നു. സംഭവത്തിൽ മെമ്പറുടെ പ്രതികരണം ഇങ്ങനെ: ഇന്നലെ സൈലന്റ് വലിയ ഓട്ടോ ഉള്ളതുകൊണ്ട് ജീപ്പുകളൊക്കെ അങ്ങോട്ട് പോയിരുന്നു. പിന്നെ അവര് വിളിച്ച ഓട്ടോകളൊക്കെ പിന്നെ ഓരോ ഭാഗത്തായിരുന്നു. അവര് ഇതുപോലെ ഓട്ടം പോയിരിക്കുകയായിരുന്നു. അട്ടപ്പാടി സൈലന്റ് വാലിയോട് ചേർന്നാണ് കരുവാര ഉന്നതി. ഇവിടെ 8 വർഷമായി പണി പാതിയായി കിടക്കുന്ന വീടാണ് ഇടിഞ്ഞു വീണത്. അജയ് ദേവി ദമ്പതികളുടെ മക്കളായ ആദിയും അജ്നേഷും ബന്ധുവായ അഭിനയയും ഇവിടെ കളിക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. അഭിനയ പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് 18 പാലക്കാട്. അട്ടപ്പാടിയിലേത് ദൗർഭാഗ്യകരമായ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. അതിദരിദ്രർ ഇല്ലെന്നു പറയുന്ന മന്ത്രിമാർ അട്ടപ്പാടിയിലേക്ക് പോകണമെന്നും വി ഡി സതീശൻ. നമുക്കറിയാലോ, ദൗർഭാഗ്യകരമായ കാര്യം. ഞാൻ തന്നെ അട്ടപ്പാടിയിൽ 2 പ്രാവശ്യം വിസിറ്റ് ചെയ്ത് ഇതെല്ലാം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ അതീവ ദരിദ്രരില്ലാത്ത സംസ്ഥാനമാണ്. നിങ്ങൾ അട്ടപ്പാടിയിലൊക്കെ ഒന്ന് പോയി കാണാൻ പറയാം മന്ത്രിമാരോട്. അവിടുത്തെ സ്ഥിതി, കേരളത്തിൽ 1,16,000 ആദിവാസി കുടുംബങ്ങളുണ്ട്. അതിൽ അതീവ ദരിദ്രരുടെ പട്ടികയിൽ 6,400 പേരേ ഉള്ളൂ. കഷ്ടപ്പാടും ദുരിതവും പട്ടിണിയുമായി കിടക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്കൊരു ആക്സസ് പോലും ഇല്ല, ഒരു ആംബുലൻസ് പോലും ഇല്ല. വിളിച്ച ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു വാഹനം വിളിച്ചിട്ടാണ്. കുഞ്ഞുങ്ങളുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ, നിവർത്തിയില്ലാത്ത കുഞ്ഞുങ്ങളുടെ ആശുപത്രിയിൽ എത്തിച്ചിരുന്നെങ്കിൽ രക്ഷപ്പെടുത്താമായിരുന്നു എന്നാണ് കുഞ്ഞുങ്ങളുടെ അമ്മ പറയുന്നത്. തീർച്ചയായിട്ടും അത് ശരിയാണ്, അവിടുത്തെ യാഥാർത്ഥ്യമാണ്. അതിനുള്ള സംവിധാനങ്ങൾ ചെയ്യണ്ടേ? വന്ദേ ഭാരതത്തിന്റെ ഉദ്ഘാടന യാത്രയ്ക്കിടെ വിദ്യാർത്ഥികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചത് ചർച്ചയാക്കാൻ BJP. വിദ്യാർത്ഥികൾ ആലപിച്ചത് ദേശഭക്തി ഗാനമാണെന്നാണ് BJP നിലപാട്. കുട്ടികൾ ഗണഗീതം പാടിയതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മാധ്യമങ്ങൾ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് പാടിയതെന്നുമാണ് എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂൾ പ്രിൻസിപ്പലിന്റെ വിശദീകരണം. ആദ്യം വീഡിയോ പിൻവലിച്ച ദക്ഷിണ റെയിൽവേ സമൂഹമാധ്യമങ്ങളിൽ വീണ്ടും അപ്ലോഡ് ചെയ്തതോടെ വിവാദം ചൂടുപിടിക്കുകയാണ്. ഗണഗീത വിവാദത്തെ ന്യായീകരിക്കുകയാണ് BJP കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപി MPയും. ഗാനത്തിന്റെ ഒരു വാക്കിൽ പോലും RSSനെ പരാമർശിക്കുന്നില്ല. ദേശഭക്തിയാണ് ഗാനത്തിന്റെ ആശയം. മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് വിവാദങ്ങളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനുള്ള ശ്രമമാണ് CPM നടത്തുന്നതെന്നും കോൺഗ്രസ് ആദ്യം ഗണഗീതം പാടിയ ശിവകുമാറിനെ തിരുത്തട്ടെ എന്നും ജോർജ് കുര്യൻ കൂട്ടിച്ചേർത്തു. ഇത് ഞാനൊരു 30 വർഷമായിട്ട് കേൾക്കുന്നതാണ്, ഇതിന്റെ ആദ്യത്തെ ലൈനുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ആ സംഭവം. ഇനി കുട്ടികൾ ഇത് ഗീതമായിട്ട്, കുട്ടികളുടെ ഗാനമായിട്ടൊരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതിനെന്താണ് കുഴപ്പം? ഈ ഇന്ത്യയെ കുറ്റം പറയുന്നവരെ സമയത്തോളം വലിയ കുറ്റമായിരിക്കും.
അതുപോലെ തന്നെ ഇന്ത്യ അല്ല കേരളമാണ് മുന്നിൽ എന്ന് പറയുന്ന ഹൃദ്രോഗിയെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്ന ലോകത്തിലെ ഒന്നാമത്തെ ആരോഗ്യ കേന്ദ്രം ഉള്ള കേരളത്തിൽ ഇതൊക്കെ തെറ്റായിരിക്കും. കുട്ടികൾ ഗണഗീതം പാടിയതിൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലെന്നും മീഡിയക്കാർ ആവശ്യപ്പെട്ടതിന് പ്രകാരമാണ് കുട്ടികൾ പാടിയതെന്നും ദേശവിരുദ്ധ ഗാനമല്ല കുട്ടികൾ ചൊല്ലിയതെന്നും സ്കൂൾ പ്രിൻസിപ്പൽ പ്രതികരിച്ചു. അപ്പോൾ ഈ പ്രോഗ്രാമില് ഏതോ ഒരു ചാനലുകാര് നമ്മുടെ കുട്ടികളുടെ ഏതെങ്കിലും ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അതിനനുസരിച്ച് ആദ്യം കുട്ടികൾ വന്ദേമാതരം ചൊല്ലി. അന്നേരം ഇദ്ദേഹം വീണ്ടും കുട്ടികളോട് പറഞ്ഞെങ്കിൽ നിങ്ങളൊരു മലയാളം പാട്ട് പാടാൻ. ഇവരുടെ റിക്വസ്റ്റ് പ്രകാരം കുട്ടികൾ ചൊല്ലിയതാണ് ഈ ദേശഭക്തി ഗാനം. അത് നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവണം. വളരെ അർത്ഥവത്തായ ദേശീയത തുളുമ്പുന്ന ഒരു ഗാനമാണ്, ദേശഭക്തി ഗാനമാണ് ഇതിൽ ചൊല്ലിയത്. നമുക്കറിയാം ദേശഭക്തി ഗാനം എന്ന് പറയുന്നത് ഒരിക്കലും ദേശവിരുദ്ധമല്ലാതെ. ഈവൻ സ്റ്റേറ്റ് യൂത്ത് ഫെസ്റ്റിവലിൽ പോലും ഇതൊരു മത്സര ഇനമാണത്. കുട്ടികൾ ഗണഗീതം പാടിയതിൽ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിനോട് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കുട്ടികളെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടനയുടെ വർഗീയ അജണ്ടയ്ക്ക് ഉപയോഗിക്കുന്നത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായ ലംഘനവും പ്രതിഷേധാർഹവുമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മന്ത്രിയുടെ നീക്കം. വിഷയത്തെ രാഷ്ട്രീയമായി തന്നെ പ്രതിരോധിക്കാൻ തന്നെയാണ് ബിജെപിയുടെ നീക്കം. വന്ദേ ഭാരതിൽ ഗണഗീതം പാടിയ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് സിപിഎം. റെയിൽവേയെ കാവ്യവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും ഇതിനായി കുട്ടികളെ കരുവാക്കുകയാണെന്നും സിപിഎം ആരോപിച്ചു. ആർഎസ്എസ് ഗീതം ആർഎസ്എസ് വേദിയിൽ പാടിയാൽ മതിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ചെയ്തത് തെറ്റാണ്. കുട്ടികൾ നിഷ്കളങ്കമായി പാടിയതല്ല, ശക്തിയായി എതിർക്കുന്നുവെന്നും സ്കൂളിനെതിരെ നടപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ്. ഗണഗീതം ഔദ്യോഗിക പരിപാടിയിൽ ഡി.കെ. ശിവകുമാർ പാടിയാലും തെറ്റു തന്നെയെന്നും വി.ഡി. സതീശൻ. കേരളത്തെ വീണ്ടും, നമ്മുടെ നാടിനെ വീണ്ടും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഔദ്യോഗിക ചടങ്ങിൽ ആർഎസ്എസിന്റെ ഗണഗീതം കുട്ടികളെ കൊണ്ട് പാടിച്ചിരിക്കുകയാണ്. ആ കുട്ടികളെ വിട്ടുകൊടുത്ത സ്കൂൾ ആരാണെന്ന് അന്വേഷിക്കണം. അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. കുട്ടികളെ കൊണ്ട് ഈ വർഗീയവൽക്കരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഈ കുട്ടികളെ ഉപയോഗിക്കാൻ ആരാണ് തീരുമാനമെടുത്തത്? ഈ കുഞ്ഞുങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി അതിന് ആരാണ്, ഏത് സ്കൂളാണ് ഈ കുട്ടികളെ ഇത്രയും കാര്യങ്ങൾക്ക് വിട്ടുകൊടുത്തത്? റെയിൽവേ ആദ്യം അത് എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഔദ്യോഗിക ചടങ്ങുകളെ രാഷ്ട്രീയവൽക്കരിക്കാൻ പാടില്ല. ആർഎസ്എസിന്റെ ഗണഗീതം അവർ പാടിക്കോട്ടെ, അത് അവരെ ചടങ്ങിൽ പാടിക്കോട്ടെ, ഔദ്യോഗിക ചടങ്ങിൽ പറ്റില്ല. ഇത്തരത്തിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തുനിന്ന് വരുമ്പോൾ അതേസമയം തന്നെ ഗണഗീതം പാടിയതിനെ ന്യായീകരിച്ച് കോൺഗ്രസ് നേതാവ് NS നുസൂറും രംഗത്തെത്തി. ഗാനം RSSന് തീരെഴുതരുതെന്നാണ് നുസൂർ ഫേസ്ബുക്ക് പോസ്റ്റിൽ പ്രതികരിച്ചത്. നുസൂറിനെ പിന്തുണച്ച് BJP നേതാവ് K. സുരേന്ദ്രനും രംഗത്ത് വന്നു. സതീശന്റെ കോൺഗ്രസ് അല്ലാത്തവരുമുണ്ടെന്നായിരുന്നു K. സുരേന്ദ്രന്റെ പ്രതികരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുകയാണ് BJP. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പിന് പ്രമുഖരെ സ്ഥാനാർത്ഥികളാക്കി BJP. ശാസ്തമംഗലം വാർഡിൽ മുൻ DGP R. ശ്രീലേഖ സ്ഥാനാർത്ഥിയാകും. VV രാജേഷ് കവടിയാറിൽ മത്സരിക്കില്ല. പകരം കൊടുങ്ങാനൂരിൽ സ്ഥാനാർത്ഥിയാകും BV രാജേഷ്. പാളയത്ത് മുൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ പത്മിനി തോമസ് മത്സരിക്കുമ്പോൾ തമ്പാനൂരിൽ മുൻ കോൺഗ്രസ് നേതാവ് തമ്പാനൂർ സതീഷ്, നേമത്ത് MR ഗോപൻ, പുന്നേക്കാമുകളിൽ മുൻ കോൺഗ്രസ് നേതാവ് മഹേശ്വരൻ നായർ എന്നിവർ സ്ഥാനാർത്ഥികളാകും. 67 പേരുടെ പട്ടികയാണ് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിച്ചത്. ഇനി വരാൻ പോകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ BJP ജനങ്ങളോട് ചോദിക്കുന്നു ഒരു അവസരം. ഭരിക്കാൻ മാത്രമല്ല BJPന്റെ വികസിത അനന്തപുരി എന്ന കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഒരു അവസരം ചോദിക്കുന്നു. ഈ വികസിത അനന്തപുരിന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച് വരുന്ന ദിവസത്തിൽ ഞങ്ങൾ കൃത്യമായി അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം മുമ്പോട്ട് വയ്ക്കും, ജനങ്ങൾ മുമ്പിൽ വയ്ക്കും. വളരെ സന്തോഷമുണ്ട്. ഒട്ടും പ്രതീക്ഷിച്ചതല്ല. പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞപ്പോ ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്നുള്ള നിലയിൽ അംഗീകരിച്ചു. വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ജനസേവനമാണ് ഇനി ഇപ്പം ലക്ഷ്യം. അങ്ങനെ വലുത് ചെറുതെന്നൊന്നും ഇല്ലല്ലോ, എല്ലാം പ്രധാനമല്ലേ. നമ്മുടെ ഏറ്റവും അടിത്തറ അതാണല്ലോ. ഭരണം എന്ന് പറയുന്നതിന്റെ ത്രിതല പഞ്ചായത്തിന്റെ ഏറ്റവും അടിത്തറ എന്ന് പറയുന്നത് വാർഡിനല്ലേ തുടങ്ങുന്നത്. അപ്പൊ അതൊന്നും അങ്ങനെ വലിപ്പ ചെറുപ്പമൊന്നും ഇല്ല. സേവനം എവിടെയും സേവനമാണ്. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് തന്നെ BJPയും ആദ്യഘട്ടം സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 67 വാർഡുകളിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഇതിൽ എടുത്തു പറയേണ്ടുന്ന കാര്യം, പല VIP കളും ഈ
ആദ്യ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നതാണ് മുൻ DGP കൂടിയായ R. ശ്രീലേഖ ശാസ്തമംഗലത്ത് നിന്ന് ജനവിധി തേടുകയാണ്. അതോടൊപ്പം പുന്നയ്ക്കാമുകളിൽ നിന്ന് മുൻ കോൺഗ്രസ് നേതാവ് മഹേശ്വരൻ നായർ, അതോടൊപ്പം പാളയത്ത് നിന്ന് മുൻ സ്പോർട്സ് കൌൺസിൽ അധ്യക്ഷ കൂടിയായ പത്മിനി തോമസ്, തമ്പാനൂരിൽ നിന്ന് മുൻ കോൺഗ്രസ് നേതാവ് കൂടിയായ തമ്പാനൂർ സതീഷ് ഉൾപ്പെടെയുള്ളവർ മത്സരരംഗത്തേക്ക് വരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം VV രാജേഷാകും KS ശബരിനാഥനെതിരെ മത്സരിക്കുക എന്ന തരത്തിലുള്ള വലിയ അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ അത് മാറി മറിഞ്ഞിരിക്കുകയാണ്. വട്ടിയൂർക്കാവിന്റെ ഭാഗമായ കൊടുങ്ങാനൂരിൽ നിന്നാകും VV രാജേഷ് മത്സരരംഗത്തേക്ക് എത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടുന്നത്. അതോടൊപ്പം ശബരിനാഥനെതിരെ ആര് മത്സരരംഗത്തേക്ക് എന്നതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ദിവസമാകും അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കുക. അവിടെയാകും ഈ സർപ്രൈസായി കവടിയാറിലേക്ക് ആരെയാകും സ്ഥാനാർത്ഥിയാക്കുക എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരിക. എന്തായാലും വലിയ ആവേശത്തോടെയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ 5 വർഷത്തെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞ പ്രവർത്തനങ്ങൾ എടുത്ത് പറഞ്ഞുകൊണ്ട് അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഇനി അധികാരത്തിലേക്ക് എത്തിയാൽ വികസിത അനന്തപുരി എന്ന ലക്ഷ്യം മുമ്പോട്ട് വെച്ചുകൊണ്ട് രാജ്യത്തെ ഏറ്റവും മികച്ച നഗരങ്ങളിൽ ഒന്നാമതായി തലസ്ഥാനത്തെ എത്തിക്കുക എന്ന തരത്തിലായിരിക്കും പ്രവർത്തനമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ ആവേശത്തോടെയാണ് BJPയുടെ 1ാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായിരിക്കുന്നത്. വെൽഫെയർ പാർട്ടി തൃണമൂൽ കോൺഗ്രസ് സഖ്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കാതെ PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്തെ UDF പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നും പൊന്മുണ്ടമടക്കം എല്ലായിടത്തും UDF സഖ്യമായി മത്സരിക്കുമെന്നും PK കുഞ്ഞാലിക്കുട്ടി. പൊന്മുണ്ടത്ത് സജീവമായ ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. നേതാക്കൾ ഇടപെട്ട് അതോടുകൂടി പ്രശ്നം തീരും. UDF ആയി മത്സരിക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ട് വരില്ല പൊന്മുണ്ടത്ത്. അത് യാതൊരു സംശയവും ഇല്ല. ഇന്നത്തെ ചർച്ചയുടെ ഒരു ഗതി കണ്ടിട്ട് അങ്ങനെയാണ്. UDF സഖ്യം തന്നെയായിരിക്കും. UDF സഖ്യം തന്നെ ആയിരിക്കും. UDF ആയി തന്നെയാണ് മത്സരിക്കുന്നത്. മലപ്പുറത്ത് സീറ്റ് വിഭജനം പൂർത്തിയാക്കാനുള്ള അവസാനഘട്ട ചർച്ചകളിലാണ് UDF. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി അടയാള ബന്ധമുള്ള ഏക പഞ്ചായത്താണ് പാലക്കാട് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി അവിടെ എത്തി ഹേമാംബിക ക്ഷേത്രമെന്ന കൈപ്പത്തി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് പാർട്ടി ചിഹ്നം കൈപ്പത്തിയാക്കാൻ നിശ്ചയിച്ചതെന്നാണ് പ്രചരിക്കുന്ന കഥ. എന്നാൽ കോൺഗ്രസുമായി ഇത്രയും ആത്മബന്ധമുള്ള പഞ്ചായത്തിൽ ഒരു വാർഡിൽ പോലും കോൺഗ്രസ് മെമ്പറില്ല. കാലങ്ങളായി CPM ഭരിക്കുന്ന അകത്തേത്തറയിൽ BJPയാണ് പ്രതിപക്ഷം. മലമ്പുഴ മണ്ഡലത്തിലാണെങ്കിലും പാലക്കാടിനോട് ചേർന്ന് കിടക്കുന്ന പഞ്ചായത്താണ് അകത്തേത്തറ. 1982 ഇന്ദിരാഗാന്ധി പാലക്കാട് സന്ദർശിച്ചപ്പോൾ മുതിർന്ന നേതാവായ VS വിജയരാഘവനാണ് അന്ന് അകത്തേത്തറയിലെ കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിലേക്ക് ഇന്ദിരാഗാന്ധിയെ കൊണ്ടുപോയത്. ശ്രീകോവിലെ പ്രതിഷ്ഠ അനുഗ്രഹം ചൊരിയുന്ന 2 കൈപ്പത്തികളായതിനാൽ കൈപ്പത്തി ക്ഷേത്രമെന്നും ഇവിടം അറിയപ്പെടുന്നു. ഇവിടെ എത്തിയതിനു ശേഷമാണ് ഇന്ദിരാഗാന്ധി കൈപ്പത്തി കോൺഗ്രസിന്റെ ചിഹ്നമാക്കാൻ നിശ്ചയിച്ചതെന്ന് ഒരു വിഭാഗം പറയുന്നുണ്ട്. എന്നാൽ ഇതിൽ ചില മറുവാദങ്ങളൊക്കെ ഉണ്ടുതാനും. ചരിത്രം ഇങ്ങനെയൊക്കെയാണെങ്കിലും കോൺഗ്രസ് ഇപ്പോൾ അകത്തേത്തറ പഞ്ചായത്തിന്റെ ചിത്രത്തിലില്ല, ചരിത്രത്തിൽ മാത്രമേയുള്ളൂ. 2015 5 സീറ്റ് കിട്ടിയെങ്കിൽ 2020 1 സീറ്റും കിട്ടിയില്ല. ഈ ചരിത്രം മാറ്റിയെഴുതുമെന്നാണ് അകത്തേത്തറയിലെ കോൺഗ്രസുകാർ പറയുന്നത്. ഇവിടുത്തെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ട പദ്ധതികൾ രൂപീകരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ആളുകൾക്ക് കൃഷിയോഗ്യമായ തരിശുഭൂമികളെ കൃഷിയോഗ്യമാക്കുന്നതിന് തൊഴിലുറപ്പ് മേഖല എങ്ങനെ ഉപയോഗിക്കണമെന്നൊരു റിസർച്ച് നടത്തി അതിലേക്ക് ഉപകാരപ്പെടുത്തും. അതേപോലെ തന്നെ പാവപ്പെട്ട ഹരിജനങ്ങളും ഗിരിജനങ്ങളും താമസിക്കുന്നവർക്ക് അവർക്ക് താമസിക്കാനും അവരുടെ ജീവിത അന്തരീക്ഷങ്ങൾക്ക് മുന്നോട്ട് വരുന്നതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കും. അതേപോലെ തന്നെ റോഡുകൾ മോശമായി കിടക്കുന്ന റോഡുകളൊക്കെ അടിയന്തര പ്രാധാന്യത്തോടെ ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും. ഞങ്ങളുടെ പോരായ്മകൾ ഞങ്ങൾ ഈ 5 വർഷവും ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ആ പോരായ്മകളൊക്കെ പരിഹരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യജനാധിപത്യ മുന്നണിയും മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നത്. മറുവശത്ത് BJPക്കാകട്ടെ വർഷം തോറും സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. 2015 5 സീറ്റ് നേടിയ BJPക്ക് 2020 അത് 7 ഉയർത്താനായി. ഇക്കുറി ഇടതുപക്ഷത്തെ അട്ടിമറിച്ച് ഭരണം നേടുകയാണ് ലക്ഷ്യമെന്ന് BJP അവകാശപ്പെടുന്നു. 2020 തെരഞ്ഞെടുപ്പിൽ 7 സീറ്റ് വിജയിക്കുകയും 5 സീറ്റുകൾ സെക്കൻഡ് വരികയാണ് ചെയ്തത്. കഴിഞ്ഞ തവണ ചെറിയ വ്യത്യാസത്തിലാണ് BJPക്ക് ഇവിടെ ഭരണം നഷ്ടപ്പെട്ടത്. ഇത്തവണ BJP വലിയധികം വിജയസാധ്യതയാണ് ഇവിടെ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. എന്തുതന്നെയായാലും നമുക്ക് ഇത്തവണ മൃഗീയ ഭൂരിപക്ഷം കിട്ടുകയും 13-ലധികം സീറ്റുകൾ BJP സ്ഥാനാർത്ഥികൾ വിജയിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഇടതുപക്ഷത്തിന്റെ കുത്തക പഞ്ചായത്താണ് അകത്തേത്തറ. 3 പതിറ്റാണ്ടിലേറെക്കാലമായി ഇടതുപക്ഷം മാത്രം ഭരിക്കുന്ന പഞ്ചായത്ത്. ഇക്കുറിയും അത് തുടരുമെന്ന്
ഇടതുപക്ഷം അവകാശപ്പെടുന്നു. ഇന്നത്തെ കോൺഗ്രസാണ് നാളത്തെ BJP എന്നും CPM. തുടർഭരണം എന്തായാലും ഉണ്ടാവും, അതിലൊരു സംശയമില്ല. കാരണം നമ്മൾക്കുള്ള വികസന പ്രവർത്തനങ്ങൾ അത്രത്തോളം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ജനങ്ങൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ള പ്രതീക്ഷയും നല്ലപോലെ ഉണ്ട്. നമ്മളിപ്പോൾ എല്ലാവരുടെയും കാണുന്നുവല്ല, ഇപ്പോൾ ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണല്ലോ. അപ്പോൾ അത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിട്ടുള്ളത്. കോൺഗ്രസ് കൃത്യമായിട്ട് കോൺഗ്രസിൻ്റെ വോട്ട് പിടിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും BJPക്ക് ഇവിടെ വളർച്ച ഉണ്ടാവില്ല. അതില്ലാത്തത് കൊണ്ടാണ് BJPയുടെ വളർച്ച ഇവിടെ കൂടുതലായിട്ട് വരുന്നത്. അത് LDFന് ബാധിക്കില്ല. വാർഡ് പുനഃക്രമീകരണത്തിൽ 2 എണ്ണം കൂടി അധികമായി ഉൾപ്പെട്ടതോടെ ഈ വർഷം മുതൽ 19 സീറ്റാണ് പഞ്ചായത്തിൽ. ഇടതുപക്ഷം ഭരണ തുടർച്ചയും BJP അട്ടിമറിയും അവകാശപ്പെടുമ്പോൾ കൈപ്പത്തി ഹേമാംബിക ക്ഷേത്രത്തിൽ മാത്രമായി ഒതുങ്ങുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനുള്ള പോരാട്ടത്തിലാണ് കോൺഗ്രസ്. പ്രജിത് കോങ്ങാടിനൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കോൺഗ്രസിൽ ഈഴവർ തഴയപ്പെടുകയാണെന്ന് ശിവഗിരി മഠാധിപതി സ്വാമി സച്ചിദാനന്ദ. ഇക്കാര്യം രാഹുൽ ഗാന്ധിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. സമുദായത്തിന് വേണ്ടി സംസാരിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. കെ സുധാകരനെ അനാവശ്യമായാണ് പാർട്ടി നേതൃസ്ഥാനത്തിൽ നിന്ന് ഒഴിവാക്കിയതെന്നും സച്ചിദാനന്ദ പറഞ്ഞു. ശ്രീ കെ സുധാകരൻ തഴയപ്പെട്ടത് എന്തുകൊണ്ടാണ് എന്ന് എന്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. കെ സുധാകരൻ മാത്രമല്ല, അദ്ദേഹം ജനിച്ചു വളർന്ന സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇന്ന് മുച്ചൂടും തഴയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ള സത്യം ഞാനിവിടെ മലർക്കെ കാണുകയാണ്. അത് എനിക്ക് മറച്ചുവെക്കുവാൻ സാധിക്കുകയില്ല. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം അവസാനിച്ചു. അവസാന ദിവസമായി ഇന്ന് NDAയ്ക്കായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കട്ടിഹാറിൽ റാലിയിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രചാരണം ഇന്നലെ അവസാനിച്ചിരുന്നു. RJDക്കും ഇന്ത്യ സഖ്യത്തിനും കടുത്ത വിമർശനം ഉന്നയിച്ച മോദി അവസാന ദിവസങ്ങളിലും ജംഗിൾ രാജാണ് മുഖ്യമായും പ്രചാരണ ആയുധമാക്കിയത്. രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജ്ജുൻ ഖർഗെയുടെയും തേജസ്വി യാദവിന്റെയും നേതൃത്വത്തിലായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ പ്രചാരണം. 122 മണ്ഡലങ്ങളിലേക്കാണ് ചൊവ്വാഴ്ച 2ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക. ഈ മാസം 14നാണ് വോട്ടെണ്ണൽ. ഇടവേള. കാട്ടുപന്നി കുറുകെ ചാടിയപ്പോൾ കാർ നിയന്ത്രണം വിട്ടുണ്ടായ അപകടത്തിൽ പാലക്കാട് 3 യുവാക്കൾക്ക് ദാരുണാന്ത്യം. രോഹൻ രഞ്ജിത്ത്, രോഹൻ സന്തോഷ്, സനോജ് എന്നിവരാണ് മരിച്ചത്. മൂവരും സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. പാലക്കാട് ചിറ്റൂർ റോഡിൽ കല്ലിങ്കൽ ജംഗ്ഷൻ സമീപം ഇന്നലെ രാത്രി 10:30 അപകടം. കാർ നിയന്ത്രണം വിട്ട് റോഡരികിലുള്ള മരത്തിലിടിച്ച് വയലിലേക്ക് മറിഞ്ഞു. മറ്റ് 3 പേർ പരിക്കേറ്റ ചികിത്സയിലാണ്. അരൂർ ഇടപ്പള്ളി ദേശീയപാതയിൽ കണ്ണാടിക്കാട് മീൻ കയറ്റി വന്ന ലോറി ക്രെയിനിലിടിച്ച് അപകടം. പരിക്കേറ്റ ലോറി ഡ്രൈവറെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നവമി ദിനേശിന്റെ റിപ്പോർട്ട് കാണാം. കന്യാകുമാരിയിൽ നിന്നും മീൻ കയറ്റി വന്ന ലോറി മംഗലാപുരത്തേക്ക് പോവുകയായിരുന്നു. അതിനിടയിലാണ് വൈറ്റില ഈ ഭാഗത്ത് വെച്ച്, ഈ വൈറ്റില പാലം അടുക്കുന്നതിനോട് അനുബന്ധിച്ച് കണ്ണാടിക്കാട് എന്ന സ്ഥലത്ത് വെച്ച് ഇവിടെ പണി നടത്തിക്കൊണ്ടിരുന്ന ക്രെയിനിലേക്ക് ഈ ലോറി, തമിഴ്നാട് രജിസ്ട്രേഷനുള്ള ലോറിയാണ്, ഇടിച്ചു കയറുകയായിരുന്നു. മരട് നഗരസഭ വഴിവിളക്കുകൾ സ്ഥാപിച്ചിരുന്നു. അതിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതായിരുന്നു പുലർച്ചെ 5 മണിയോടുകൂടി. ആ സമയത്താണ് ഈ ക്രെയിൻ ഈ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന്റെ ഭാഗമായി ഇവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ലോറി വന്ന് ക്രെയിനിന്റെ പുറകിലായി ഇടിച്ചു കയറുന്നത്. ലോറിക്കാരന് നിസാര പരിക്കുകളോടെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ആ ലോറി ഇടിച്ച ഈ ക്രെയിനിന്റെ പുറകുവശത്തേക്ക് ഇടിച്ച് കയറിയിരിക്കുകയാണ്. എന്തായാലും ഈ ക്രെയിനിലുണ്ടായിരുന്ന ഡ്രൈവർക്ക് മറ്റ് അപകടമൊന്നും സംഭവിച്ചിട്ടില്ല. സമയത്ത് ഈ ക്രെയിനിന്റെ ഡ്രൈവറും ഒപ്പം മരട് നഗരസഭയിലെ ചില ഉദ്യോഗസ്ഥരുമായിരുന്നു ആ സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. പുലർച്ചെ 5 മണിയോടുകൂടിയാണ് ഈ അപകടം സംഭവിച്ചത്. പുലർച്ചെ ആയതിനാൽ, ദീർഘദൂര യാത്രയായതിനാൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാവാം ഈ അപകടത്തിന് കാരണമെന്നാണ് നിഗമനം. എന്തായാലും വലിയ ഒരു അപകടം തന്നെയാണ്. തലനാരിഴയ്ക്ക് ഒഴിവായത്. ഡ്രൈവർക്ക് വലിയ രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കുകളൊന്നുമില്ല എന്നാണ് നമുക്ക് ആശുപത്രിയിൽ നിന്നും അറിയുന്നത്. ഈ വഴിവിളക്കുകളുടെ പണികൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ടായിരുന്നു ഈ ക്രെയിൻ ഇവിടെ സ്ഥാപിക്കുക. ആ ക്രെയിനിൽ ഇരുന്നുകൊണ്ടാണ് ജോലിക്കാർ അത് ചെയ്യുകയും ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും വലിയ അപകടം തന്നെയാണ് ഇതിനോടുകൂടി ഒഴിവായിരിക്കുന്നത്. കൊട്ടാരക്കര പെരുങ്കുളം ഗവൺമെന്റ് വെൽഫെയർ LP സ്കൂളിന്റെ മതിൽക്കെട്ടിന്റെ ഒരു ഭാഗം ഇടിഞ്ഞ് റോഡിലേക്ക് വീണിട്ടും അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്ന് പരാതി.
കുട്ടികൾക്ക് കൈ കഴുകാൻ പൈപ്പുകൾ സ്ഥാപിച്ച സ്ഥലത്തിന്റെ ഒരു ഭാഗമാണ് ഇടിഞ്ഞ് റോഡിലേക്ക് വീണത്. അപകട സാധ്യത നിലനിൽക്കുമ്പോഴും പഞ്ചായത്ത് അധികൃതർ അടിയന്തര നടപടി എടുക്കുന്നില്ല എന്നും ആക്ഷേപമുയരുന്നുണ്ട്. കൊട്ടാരക്കരയിൽ നിന്ന് എസ് വിനീഷിന്റെ റിപ്പോർട്ട്. കൊട്ടാരക്കര പെരുങ്കുളത്തുള്ള WLP സ്കൂളിലാണ് നമ്മളുള്ളത്. ഏകദേശം 40 വർഷം പഴക്കമുള്ള സ്കൂളാണ്. പ്രീ പ്രൈമറി സ്കൂളാണ്. ഈ സ്കൂളിൽ ഇപ്പോൾ ഒരു അപകടകരമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കുരുന്നുകൾ ഉച്ചഭക്ഷണം കഴിഞ്ഞും അല്ലാതെയൊക്കെ വന്ന് കൈ കഴുകുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലം ചുറ്റുമതിലിനോട് കെട്ടിയ ഒരു സ്ഥലമാണ്. ഇതാണ് ഇപ്പോൾ ഇടിഞ്ഞ് താണിരിക്കുന്നത്. വലിയൊരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നവരും അടക്കം ഇവിടെ പാത്രം ഒക്കെ കഴുകുന്ന ഒരു പ്രധാന സ്ഥലവും കൂടിയാണ്. കിണറും തൊട്ടടുത്താണ്. വലിയൊരു താഴ്ചയിലേക്ക് ഇതിൻ്റെ ഒരു ഭാഗം ഇടിഞ്ഞ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. വീണ്ടും ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവുകയും വലിയൊരു അപകടത്തിലേക്ക് നീങ്ങും. നിരവധി തവണ ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി സംയുക്ത പഞ്ചായത്തിലെല്ലാം തന്നെ പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായിട്ട് ഇത് കെട്ടി നൽകണമെന്നൊക്കെ ആവശ്യപ്പെട്ടവർ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് നടപടിയൊന്നും തന്നെ അങ്ങോട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് പ്രദേശവാസികളും പൊതുപ്രവർത്തകരടക്കം പറയുന്നത്. നമുക്ക് ചോദിച്ചറിയാം എന്താണെന്നുള്ളത്. ശരിക്കും ഇതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സമീപിച്ചിരുന്നു. പഞ്ചായത്തിനെ 2 പ്രാവശ്യം സ്കൂളിൽ നിന്ന് HM സമീപിച്ചിട്ടുണ്ടായിരുന്നു. 2 പ്രാവശ്യം സമീപിച്ചപ്പോഴും അവരിൽ നിന്നും യാതൊരു വിധമായ സമീപനവും നടപടികളും ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതിനുശേഷം ഇടിഞ്ഞു വീണതിന് ശേഷം പഞ്ചായത്ത് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ വന്നതിന് ശേഷം 10,000 രൂപ നൽകാമെന്ന് പറഞ്ഞു. ഇത് കണ്ടാൽ മനസ്സിലാവും 10,000 രൂപയ്ക്ക് ഇതെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇവരുടെ ഇടപെടൽ ഈ പരാതി നൽകിയ സമയത്തുണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഇങ്ങനൊരു അപകടം ഉണ്ടാകത്തില്ലായിരുന്നു. വെറും പിഞ്ചു കുഞ്ഞുങ്ങൾ മാത്രം പഠിക്കുന്ന ഈ സ്കൂളിൽ ഇനി ഇതിൻ്റെ ബാലൻസ് ഭാഗവും കൂടി അടർന്നു വീഴുവാൻ വേണ്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതൊരു കൈ കഴിയാനുള്ള ഒരു സംവിധാനം ഇവിടെയാണ് ഉള്ളത്. അപ്പോൾ പഞ്ചായത്തിൻ്റെ നിരുത്തരവാദിത്തപരമായ ഒരു സമീപനമാണ് ഇങ്ങനൊരു രീതിയിലേക്ക് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. ശരിക്കും ഒരു ആശങ്കയിലാണല്ലോ. ആശങ്കയിലാണ്. ഇവിടുത്തെ പൊതുപ്രവർത്തകരായാലും PT ആയാലും സ്കൂളിലെ അനധ്യാപകരെല്ലാം ആശങ്കയിലാണ്. കാരണം ഇത് വീണ്ടും ഒരു മഴ പെയ്താൽ ഇനി ഇത് അടുത്ത ഭാഗം ഉൾപ്പെടെ ഇവിടെ തന്നെ ഇളകിയിരിക്കുകയാണ്. ഇത് ഇടിഞ്ഞു വീഴും എന്നുള്ള രീതിയിലാണുള്ളത്. ശരിക്കും വലിയൊരു ആശങ്ക തന്നെയാണ് നിലനിൽക്കുന്നത്. പ്രീ പ്രൈമറി സ്കൂളാണ്. പരിമിതമായ സാഹചര്യത്തിലാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ PTA ഫണ്ടും വളരെ പരിമിതമാണ്. പക്ഷേ അടിയന്തരമായി നല്ലൊരു ഫണ്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ സംരക്ഷണമായിട്ട് ഈ മതിലടക്കം കെട്ടി ഉയർത്താൻ സാധിക്കുകയുള്ളൂ. ഇത്തരത്തിലുള്ള ഈ അപകട ഭീഷണി ഉടൻ തന്നെ മാറ്റണം. ഇവിടുത്തെ ആശങ്ക പരിഹരിക്കണം എന്നുള്ള വലിയൊരു ആവശ്യമാണ് ഉയർന്നു വന്നിരിക്കുന്നത്. എസ് വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. തലസ്ഥാനത്തിന്റെ വികസന കുതിപ്പിന് മെട്രോ റെയിൽ പദ്ധതി മുതൽക്കൂട്ടാകുമെന്ന വിലയിരുത്തലിലാണ് വ്യവസായ രംഗത്തുള്ളവർ. തലസ്ഥാന നഗരത്തിലെ ഗതാഗത കുരുക്കിന് മെട്രോ പ്രതിവിധിയാകുമെന്നാണ് വിലയിരുത്തൽ. മെട്രോ കടന്നുപോകുന്ന വഴികളിലൂടെ സഞ്ചരിച്ച് ഞങ്ങളുടെ വാർത്താ സംഘം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. തലസ്ഥാന നഗരത്തിന്റെ 10 വർഷത്തിലേറെ നീണ്ട ആവശ്യത്തിനാണ് മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിന് അംഗീകാരം ലഭിച്ചതോടെ സാക്ഷാത്കാരമാകുന്നത്. കൊച്ചിയിൽ മെട്രോ പദ്ധതി വിജയകരമായി നടപ്പിലാക്കിയ KMRL തന്നെയാകും തിരുവനന്തപുരത്തും പദ്ധതി നടപ്പിലാക്കുക. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം പാപ്പനംകോടാണ്. പാപ്പനംകോട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വഴി തിരുവനന്തപുരം വിമാനത്താവളത്തിന് അടുത്തുകൂടി ഈഞ്ചക്കലിൽ അവസാനിക്കുന്ന തരത്തിലായിരിക്കും 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ മെട്രോയുടെ ആദ്യഘട്ടം. ടെക്നോ പാർക്കിന്റെ 3 ഫേസുകൾ: തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതോടൊപ്പം സെക്രട്ടേറിയറ്റ്, പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രി തുടങ്ങിയവയെ ബന്ധിപ്പിക്കുന്ന ആദ്യഘട്ട അലൈൻമെന്റിനാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത്. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇന്റർചേഞ്ച് സ്റ്റേഷനുകൾ. തിരുവനന്തപുരത്തിന്റെ വികസന രംഗത്തെ കുതിച്ചുചാട്ടമായി മെട്രോ റെയിൽ പദ്ധതി മാറുമെന്ന് വിദഗ്ധർ അവകാശപ്പെടുന്നു. നമുക്ക് വരുന്ന മെട്രോ എല്ലാ രീതിയിലും നല്ല, കാരണം റോഡ് വഴി കവർ ചെയ്യുന്നു, റെയിൽവേ സ്റ്റേഷൻ കവർ ചെയ്യുന്നു, എയർപോർട്ട് കവർ ചെയ്യുന്നു, ഈഞ്ചക്കൽ. പിന്നെ ഈ വന്നിരിക്കുന്ന 3 സ്ഥലത്ത് നമ്മൾ ചെന്ന് നിൽക്കുമ്പം അടുത്ത ഘട്ടം എന്ന് പറഞ്ഞാൽ ഈഞ്ചക്കൽ ടു വിഴിഞ്ഞം ആണ് ഇതിന്റെ അടുത്ത ഒരു സ്റ്റേജ്. പാപ്പനംകോട്ട് ടു നെയ്യാറ്റിങ്കര, കഴക്കൂട്ടം ടു ആറ്റിങ്ങൽ. അപ്പോൾ ഈ ഇത്രയും ഏരിയയിൽ വികസിക്കുമ്പം തിരുവനന്തപുരം മെട്രോപൊളിറ്റൻ സിറ്റിയുടെ ഒരു കംപ്ലീറ്റ് ഒരു ആ സിറ്റിയുടെ വലിപ്പം കൂടുവാണ്. അപ്പം അത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഒരു
ഒരു 2029-30 ആകുമ്പം തിരുവനന്തപുരത്തുള്ള മെട്രോ സ്റ്റാറ്റസ് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ് അതിന് സത്യം. 27 സ്റ്റേഷനുകൾ പിന്നിട്ട് 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള തിരുവനന്തപുരം മെട്രോ റെയിലിന്റെ ആദ്യഘട്ടം ഈഞ്ചക്കലിൽ അവസാനിക്കുമ്പോൾ ഏതാണ്ട് 7,750 കോടി രൂപ ആകെ പദ്ധതിയുടെ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. നിലവിൽ 20% ചെലവ് സംസ്ഥാനവും 20% കേന്ദ്രവും വഹിച്ചുകൊണ്ട് ശേഷിക്കുന്ന 60% കടമെടുത്ത് ഈ പദ്ധതി നടപ്പിലാക്കാമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. അതിനപ്പുറത്തേക്ക് 30% പദ്ധതി ചെലവ് സംസ്ഥാനവും 30% ചെലവ് കേന്ദ്രവും എടുക്കുകയാണെങ്കിൽ ശേഷിക്കുന്ന 40% ആയി കടമെടുപ്പിന്റെ പരിധി കുറയ്ക്കാനാകുമെന്നൊരു വിലയിരുത്തലും സംസ്ഥാന സർക്കാരിനുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള കൂടിയാലോചനകളും നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നിലവിൽ തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം തുടങ്ങിയ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അതിൽ തന്നെ ശ്രീകാര്യം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിവേഗം കുതിച്ചുവരുന്ന തിരുവനന്തപുരത്തിന്റെ വികസനത്തിന് മെട്രോ റെയിൽ പദ്ധതി ഗതിവേഗം പകരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. വാർത്താ സമ്മേളനത്തിനിടെ നടി ഗൗരി കിഷന് ബോഡി ഷേമിംഗ് നേരിട്ട സംഭവത്തിൽ യൂട്യൂബർ ഇന്നലെ പറഞ്ഞത് ക്ഷമാപണമായി കണക്കാക്കുന്നില്ലെന്ന് അമ്മ പ്രസിഡന്റ് ശ്വേത മേനോൻ. സ്ത്രീകൾക്കൊപ്പമാണ് അമ്മയെന്നും ശ്വേത. അത് മാപ്പാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവിടെ എൻ്റെ ഇത് മാപ്പായിട്ട് ഞാൻ കരുതുന്നില്ല. ആ ബോഡി ലാംഗ്വേജും അത് സ്ത്രീ എന്ന നിലയിൽ ഞാൻ നിങ്ങളോട് പറയണ്ടല്ലോ, നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം. സോ യെസ്, വി ആർ ഓൾ വിത്ത് ഓൾ ദ വിമൻ. അതിന് ഈ ഇൻഡസ്ട്രി ഒന്നും വേണ്ട, ഓൾ ആർ വിത്ത് ഗൗരി, അത്രയേ ഉള്ളൂ പറയാനുള്ളത്. ആൻഡ് ദിസ് ഇസ് നോട്ട് അപ്പോളജി വി എക്സ്പെക്ട്. വി വാണ്ട് ബെറ്റർ അപ്പോളജി. ഗുരുവായൂർ ദേവസ്വം നിർമ്മിക്കുന്ന പുതിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിക്ക് 15 കോടി സംഭാവന ചെയ്ത റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനി ചെക്ക് ദേവസ്വം അധികൃതർക്ക് കൈമാറി. രാവിലെ 7:30 മുകേഷ് അംബാനി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയത്. ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിൽ ഹെലികോപ്റ്റർ മാർഗമെത്തിയ അദ്ദേഹം ദേവസ്വം ചെയർമാൻ VK വിജയൻ സ്വീകരിച്ചു. യുക്രൈനെതിരെ ആക്രമണം കടുപ്പിച്ച് റഷ്യ. മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെട്ടു. പോക്രോവ്സ്ക് നഗരത്തിന്റെ ഭൂരിഭാഗവും റഷ്യ നിയന്ത്രണത്തിലായെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. റഷ്യയ്ക്ക് മേൽ ഉപരോധം കടുപ്പിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി ആവശ്യപ്പെട്ടു. അതിശൈത്യകാലത്തിന് മുൻപ് യുക്രൈനുമേൽ ആക്രമണം കടുപ്പിക്കുകയാണ് റഷ്യ. കീവ്, പോൾട്ടോവ, കാർക്കൈവ് ഇവിടങ്ങളിലെ ഊർജ്ജ ഉൽപ്പാദന മേഖലകളിലും ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം. യുക്രൈനിലെ 4ാമത്തെ വലിയ നഗരമായ ഡെനിപ്രോയിൽ ജനവാസ മേഖലയിലാണ് ഡ്രോണുകൾ പതിച്ചത്. 9 നില കെട്ടിടത്തിന് നേരെയുള്ള ഡ്രോണാക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കുണ്ട്. കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായതോടെ മണിക്കൂറുകളോളം രക്ഷാപ്രവർത്തനം നീണ്ടുനിന്നു. വലിയ ക്രെയിനുകളടക്കം എത്തിച്ചാണ് പലരെയും
കെട്ടിടത്തിന് താഴെ ഇറക്കിയത്. 450 ഡ്രോണുകൾ എത്തിയെന്നും സാധാരണക്കാരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി കുറ്റപ്പെടുത്തി. ഈ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ റഷ്യയ്ക്കുമേൽ ഉപരോധം കടുപ്പിക്കണമെന്നും സെലൻസ്കി ആവശ്യപ്പെട്ടു. Масований був удар, багато балістики, щонайменше 25 балістичних ракет було. Також були аеробалістичні та крилаті ракети, ще більш ніж 450. റഷ്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ എണ്ണ റിഫൈനറികളും പൈപ്പ് ലൈനുകളും തിരഞ്ഞുപിടിച്ച് നേരത്തെ യുക്രൈൻ ആക്രമണം നടത്തിയിരുന്നു. ഇതിന് മറുപടിയെന്ന നിലയിലാണ് റഷ്യയുടെ പ്രത്യാക്രമണം. കിഴക്കൻ യുക്രൈനിലെ പൊക്രോവ്സ്ക് നഗരം റഷ്യ കീഴടക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. നഗരത്തിലെ ഏതാണ്ട് 39 കിലോമീറ്റർ പ്രദേശം റഷ്യൻ നിയന്ത്രണത്തിലായി. ഇങ്ങനെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഡോണസ്ക് മേഖലയിലേക്കുള്ള കവാടം എന്നറിയപ്പെടുന്ന നഗരമാണ് പൊക്രോവ്സ്ക്. പൊക്രോവ്സ്ക് പിടിച്ചെടുക്കാൻ 2 വർഷത്തോളമായി റഷ്യൻ സൈന്യം നീക്കം നടത്തുന്നുണ്ട്. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി ഈ മേഖലയിൽ റഷ്യ യുക്രൈൻ സൈന്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടൽ പതിവാണ്. കഴിഞ്ഞ 3 ദിവസത്തിനിടെ 220 ആക്രമണങ്ങൾ ഇവിടെയുണ്ടായി. പൊക്രോവ്സ്ക് പിടിച്ചെടുക്കുന്നതിനെ യുക്രൈൻ യുദ്ധത്തിലെ നിർണായക മുന്നേറ്റമായാണ് റഷ്യ കാണുന്നത്. യുദ്ധത്തിന് മുൻപ് ഏതാണ്ട് 60,000 പേർ ഈ നഗരത്തിലുണ്ടായിരുന്നു. ഇപ്പോഴുള്ളത് 1000-ഓളം പേർ മാത്രം. യുക്രൈന് കൂടുതൽ അമേരിക്കൻ നിർമ്മിത പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ലഭിച്ചിരുന്നു. ഇക്കാര്യം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. നവംബർ ആദ്യവാരമാണ് സെലൻസ്കി തന്നെ ഇക്കാര്യം സ്ഥിരീകരിച്ചത്. ഇതിന് പിന്നാലെയാണ് റഷ്യൻ ആക്രമണം എന്നതും ശ്രദ്ധേയമാണ്. UK അടക്കം 10 നാറ്റോ രാജ്യങ്ങൾ സംയുക്തമായി സൈനികാഭ്യാസവും നടത്തി. റഷ്യ ആക്രമണം കടുപ്പിച്ചാൽ 8 ലക്ഷം സൈനികരെ നാറ്റോ യുക്രൈനിൽ വിന്യസിക്കുമെന്ന ജർമ്മനിയുടെ പ്രതികരണവും റഷ്യയെ പ്രകോപിപ്പിച്ചിരിക്കാം. എന്തായാലും 1354 ദിവസം പിന്നിടുന്ന റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണം നിർണായക മാറ്റങ്ങൾക്ക് വഴിവെക്കും. നിർണായക മുന്നേറ്റങ്ങൾക്കും അത് ഇടയാക്കും. വടക്കൻ ജപ്പാനിൽ ഭൂകമ്പം. റിക്ടർ സ്കെയിലിൽ 6.8 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമാണ് ഉണ്ടായത്. പ്രാദേശിക സമയം വൈകുന്നേരം 5 മണിയോടെ ഇവാട്ടെ പ്രീഫെക്ചറിന് സമീപമുള്ള തീരപ്രദേശത്താണ് ഭൂകമ്പമുണ്ടായത്. ഇതോടെ ഇവാട്ടെ തീരത്ത് സുനാമി മുന്നറിയിപ്പുണ്ട്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സഞ്ജു സാംസണിനെ ചെന്നൈ സൂപ്പർ കിങ്സിന് കൈമാറാനുള്ള ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക്. സഞ്ജുവിന് പകരം ചെന്നൈയിൽ നിന്ന് രവീന്ദ്ര ജഡേജ രാജസ്ഥാനിലേക്ക് എത്താൻ പാകത്തിനാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. എന്നാൽ ജഡേജയ്ക്കൊപ്പം ദക്ഷിണാഫ്രിക്കൻ താരം ഡെവാൾഡ് ബ്രവ്സിനെയും വേണമെന്ന രാജസ്ഥാന്റെ കടുംപിടുത്തമാണ് പ്രതിസന്ധിയാകുന്നത്. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് സഞ്ജു വി സാംസൺ എത്തുന്ന ചർച്ചകൾ അത് സജീവമായി പുരോഗമിക്കുകയാണ്. രാജസ്ഥാന്റെ ഈ സഞ്ജുവിനെ കൈമാറാനുള്ള ആവശ്യത്തോട് പോസിറ്റീവായി തന്നെയാണ് ചെന്നൈ സൂപ്പർ കിങ്സ് പ്രതികരിക്കുന്നത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇനി പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു വി സാംസണിന് പകരം ആര് ചെന്നൈയിൽ നിന്നെത്തും എന്നുള്ളതായിരുന്നു. അത് രവീന്ദ്ര ജഡേജ ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് രാജസ്ഥാനിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ചർച്ചകളായി ഉരുത്തിരിയുന്നത്. സഞ്ജു വി സാംസണും രവീന്ദ്ര ജഡേജയും 2 പേർക്കും 18 കോടി രൂപയുടെ വിലയാണ് IPL ഉള്ളത്. അതുകൊണ്ട് തന്നെ 2 പേരുടെയും കൈമാറ്റം അത് സാധ്യമാകുമെന്നുള്ള പ്രതീക്ഷ ചെന്നൈ സൂപ്പർ കിങ്സിനുണ്ട്. പക്ഷേ രാജസ്ഥാൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, സഞ്ജു വി സാംസണിനെ വിട്ടു നൽകുമ്പോൾ രവീന്ദ്ര ജഡേജ മാത്രം മതിയാകില്ല എന്നുള്ള ഒരു കണ്ടീഷൻ അവർ വയ്ക്കുന്നു. ആ വ്യവസ്ഥയോട് പക്ഷേ അത്ര പോസിറ്റീവായി തന്നെ പ്രതികരിക്കുന്നില്ല ചെന്നൈ സൂപ്പർ കിങ്സ്. രാജസ്ഥാന് വേണ്ടത് ദക്ഷിണാഫ്രിക്കയുടെ ഒരു ഹാർഡ് ഹിറ്റർ ആയിട്ടുള്ള മിഡിൽ ഓർഡർ ബാറ്റർ ഡെവാൾഡ് ബ്രവീസിനെയാണ്. ബ്രവീസ് മനോഹരമായി ബാറ്റ് ചെയ്തു. കഴിഞ്ഞ സീസണിൽ പകുതിയോടുകൂടിയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഭാഗമാകുന്നത്. അപ്പോൾ ബ്രവീസിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു രവീന്ദ്ര ജഡേജയ്ക്കൊപ്പം തന്നെ ഈ കൈമാറ്റത്തിലൂടെ രാജസ്ഥാൻ റോയൽസ്. പക്ഷേ അതിന് എത്രമാത്രം സമ്മതം മൂളും ചെന്നൈ സൂപ്പർ കിങ്സ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. രാജസ്ഥാനെ സംബന്ധിച്ച് കഴിഞ്ഞ സീസൺ മുതൽ തന്നെ സഞ്ജു രാജസ്ഥാൻ വിടുമെന്നുള്ള വലിയ ചർച്ചകളുണ്ടായിരുന്നു. റയൻ പരാഗ് ക്യാപ്റ്റനായി എത്തുന്നു.
സഞ്ജു പരിക്കേറ്റ് പുറത്തേക്കിരിക്കുന്നു. ഒപ്പം യശസ്വി ജയ്സ്വാളും വൈഭവ് സൂര്യവംശിയും ഓപ്പണിംഗ് ജോഡിയിൽ ക്ലിക്കാകുന്നു. ആ ഒരു സാഹചര്യമൊക്കെ നിലനിൽക്കെ തന്നെ വലിയ തോതിൽ ഊഹാപോഹങ്ങളുണ്ടായിരുന്നു. സഞ്ജു ടീം വിടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളത്. ഇനി ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ച് മഹേന്ദ്ര സിംഗ് ധോണിയുടെ കാലഘട്ടം ഏറെക്കുറെ കഴിഞ്ഞ സാഹചര്യത്തിൽ സഞ്ജുവിൻ്റെ വരവ് അവർക്ക് നല്ലൊരു ഊർജ്ജം നൽകും. പ്രത്യേകിച്ചും സഞ്ജുവിന് വലിയ തോതിൽ ആരാധക പിന്തുണയുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകർക്കിടയിൽ. മാത്രമല്ല അവരുടെ ഫ്രാഞ്ചൈസി തലത്തിലുള്ള ഒരു വിപുലീകരണ സാധ്യതയുമുണ്ട്. മലയാളികളും ഒരുപാട് ചെന്നൈ സൂപ്പർ കിങ്സിൽ പ്രതീക്ഷ പുലർത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് നല്ലൊരു ഡീലായി തന്നെ ചെന്നൈയും കണക്കാക്കുന്നു എന്നാണ് കരുതേണ്ടത്. എന്നാണെങ്കിലും സഞ്ജുവിൻ്റെ ഈ കൈമാറ്റം സാധ്യമാകുമോ എന്ന് കാത്തിരിക്കാം. സൺറൈസേഴ്സ് ഹൈദരാബാദുമായും ലക്നൌവുമായും ഒപ്പം തന്നെ ഈ ചർച്ച പുരോഗമിക്കുന്നുണ്ട്. തിരുനാവായ മാമാങ്ക സ്മാരകമായി കണക്കാക്കുന്ന സർക്കാർ അടയാളപ്പെടുത്തിയ നിലപാട് തറ കാണണമെന്ന് ആരെങ്കിലും ആഗ്രഹിച്ചാൽ നിരാശപ്പെടേണ്ടി വരും. സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള പ്രദേശത്തേക്ക് കടക്കാൻ കഴിയുകയില്ല. അവിടേക്കുള്ള ഗേറ്റ് മിക്കപ്പോഴും പൂട്ടിക്കിടക്കുകയാകും. റോഡിന് പുറത്ത് നിലപാട് തറ എന്ന ബോർഡ് കണ്ടും പൊളിഞ്ഞ മതിലിന് മുകളിലൂടെ കണ്ടും മടങ്ങേണ്ടി വരും. ഇത്തരത്തിൽ ന്യൂസ് 18 സംഘം അവിടെ സന്ദർശിക്കാൻ ചെന്ന സമയത്തുണ്ടായ അനുഭവമാണ് CV അനുമോദ് പങ്കുവെക്കുന്നത്. അതൊന്ന് കാണാം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്മാരകമായി കണക്കാക്കുന്ന നിലപാട് തറ ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് ടൂറിസം വകുപ്പ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. പഴയ ഓട്ട് കമ്പനിയാണ്, കൊടക്കൽ ഓട്ട് കമ്പനി. ഈ ഓട്ട് കമ്പനിക്ക് ഉള്ളിലാണ് ഈ നിലപാട് തറ. അവിടേക്ക് ഓട്ട് കമ്പനിക്ക് ഉള്ളിലൂടെ വേണം പോകുവാൻ. നമുക്ക് അവിടെ പോകാൻ പറ്റുമോ നോക്കാം. ഇത് തിരുനാവായ ക്ഷേത്രത്തിൽ നിന്നും തിരൂർ റോഡിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടുള്ള വാതിൽ ഇവിടെയാണ്. അത് അടഞ്ഞു കിടക്കുകയാണ്. സർക്കാർ സ്മാരകമായി പ്രഖ്യാപിച്ച ഒരു സ്ഥലത്തിൻ്റെ അവസ്ഥയാണ്. അവിടേക്ക് എത്തിച്ചേരാൻ ഒരു സഞ്ചാരി അല്ലെങ്കിൽ ഒരു ചരിത്ര വിദ്യാർത്ഥി എടുക്കേണ്ട കഷ്ടപ്പാടാണിത്. സർക്കാർ സ്മാരകമായി പ്രഖ്യാപിച്ച ഇടത്തേക്ക് കയറാൻ പറ്റാതെ വാതിൽ കൂട്ടിക്കിടക്കുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോ, ഇത് സർക്കാരിൻ്റെ സെക്യൂരിറ്റിയാണോ അതോ ഈ സ്ഥലത്തിൻ്റെ ഉടമസ്ഥരുടെ ആളാണോ ഒന്നും അറിയില്ല. എന്നാലും ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയും. കുറച്ച് അപ്പുറത്തുനിന്ന് നോക്കിയാലാണ് കുറച്ചുകൂടി കൃത്യമായിട്ട് കാണുക. എന്നാണെങ്കിലും ഇവിടെ നിലപാടുകാർ കാണാൻ വരുന്നവരെ അവസ്ഥയാണ് പറയുന്നത്. ഇത് പൂട്ടിക്കിടക്കുകയാണ്. ഇവിടെ സെക്യൂരിറ്റി ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഉള്ളിലാണ് പൂട്ടിയിട്ടുള്ളത്. അപ്പോൾ ആളുകളുണ്ട്, പക്ഷേ ഇത് കാണാൻ ആർക്കും ഉള്ളിലേക്ക് കയറാൻ എളുപ്പമല്ല. നമുക്ക് പുറത്തുനിന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഈ നിലപാട് തറയിലാണ് സാമൂതിരി നിന്നിരുന്നത് എന്നാണ് ചരിത്രമൊക്കെ പറയുന്നത്. ഇവിടെ നിന്നിരുന്ന സാമൂതിരിയെ ഇവിടെ എത്തി വെട്ടി വീഴ്ത്തിയാണ് ചാവേറുകൾ വള്ളുവക്കൊനാതിരിക്ക് വേണ്ടി രാജ്യം തിരിച്ചു പിടിക്കാൻ ഇറങ്ങിയിരുന്നത്. ഇവിടെ എത്തി വെട്ടി വീഴ്ത്തണം. പക്ഷേ അതിനു മുമ്പ് പലരും മരിച്ചു വീണു അല്ലെങ്കിൽ പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ഇവിടെ ഒരു മരക്കമ്പനിയാണ് തോന്നുന്നുണ്ട്. നമുക്കത് ഇവിടെ നിന്ന് നോക്കിയാൽ മതിൽ പൊളിഞ്ഞെടുത്ത് ഷീറ്റൊക്കെ വെച്ച് മറച്ചിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ കാണാം, കാണുന്നതാണ് നിലപാട് തറ എന്ന് പറയാം. അവിടെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബോർഡെല്ലാം കാണാൻ കഴിയുന്നുണ്ട്. മാമാങ്കത്തിൻ്റെ ചരിത്രമൊക്കെ വിവരിച്ചുകൊണ്ടുള്ള ബോർഡും അതെല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ നമുക്ക് ഒരാൾക്കത് കാണണമെങ്കിൽ ഒരു വഴിയുമില്ല. ഇതാണ് ചരിത്ര സ്മാരകങ്ങളൊക്കെ സൂക്ഷിക്കുന്ന ഇടത്തെ അവസ്ഥ. ചോദിക്കാനും പറയാനും ആരുമില്ല. കാണാൻ വരുന്നവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല. ഇനി അവർക്കത് കാണാനുള്ള അവസരം പോലുമില്ല. തിരുനാവായിൽ നിന്നും ജിഷാദ് വളാഞ്ചേരിക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സ്വർണ്ണ വെള്ളി നിരക്കുകൾ കൂടി നോക്കാം.